പാലക്കാട് ചിറ്റൂരിൽ നിന്നും കാണാതായ കുഞ്ഞ് 6 വയസ്സുകാരൻ അവനായുള്ള തിരച്ചിൽ ഇപ്പോഴും ഊർജിതമാണ്. എരുമങ്കോട് സ്വദേശി സുഹാനെ കാണാതായിട്ട് 19 മണിക്കൂർ ആവുന്നു. പ്രദേശത്തെ കൂടുതൽ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ച് പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം. സുഹാൻ സഹോദരനുമായി പിണങ്ങിയിറങ്ങിയതാണെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ശാന്തകുമാർ വെള്ളാളത്ത് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശാന്തകുമാർ, ഈ കുട്ടിയെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നുണ്ട്. ഇന്നലെ രാവിലെ 11-11:30 കൂടി കാണാതായ കുഞ്ഞാണ്. ഇത്രയും സമയമായിട്ടും ആ കുട്ടീനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഇന്നലത്തെ പരിശോധനകൾ എങ്ങനെയായിരുന്നു? ഇന്നിപ്പോൾ എവിടങ്ങളിലൊക്കെ തിരച്ചിൽ നടത്താനാണ് ആലോചന? എന്തെങ്കിലും ഒരു ലീഡിലേക്കൊക്കെ എത്താൻ കഴിയുന്നുണ്ടോ? ഈ കുട്ടി എങ്ങോട്ട് പോയതാകും, എന്ത് പറ്റിയതാകും എന്ന് എന്തെങ്കിലും ഒരു സൂചന കിട്ടുന്നുണ്ടോ? സേതു, ശുഭകരമായ ഒരു സൂചനയും ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ള തന്നെയാണ് നമുക്ക് രാവിലെ പറയാനുള്ളത്. ഏറെ സങ്കടത്തോടു കൂടി ആശങ്കയോടു കൂടി തന്നെയാണ് നാട് ആകെയുള്ളത്. ഇന്നലെ ഈ കുട്ടി 11 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് കുട്ടികൾ ഒരുമിച്ച് കളിക്കുമ്പോൾ അതിൽ പിണങ്ങി ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ഇത് മുതിർന്നവരും വീട്ടുകാരും അറിയുന്നത് ഒരു മണിക്ക് ശേഷമാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഈ തിരച്ചിലെല്ലാം ആരംഭിച്ചത്. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിലും തന്നെ ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയെല്ലാം നടത്തും. സമീപത്തെ CCTV ക്യാമറകൾ എല്ലാം വിശദമായി പോലീസ് പരിശോധിച്ചു. ഇന്നും അതിന്റെ പരിശോധന തുടരുന്നുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലുള്ള സൂചനയും ലഭിച്ചിട്ടില്ല. 6 വയസ്സ് മാത്രമാണ് പ്രായം. ഒരു ടീഷർട്ടും ഒരു ട്രൗസറും മാത്രമാണ് ഈ കുട്ടി ധരിച്ചിട്ടുള്ളത്. ഈ കുട്ടി ഏത് വഴിക്ക് പോയി എന്നുള്ളത് വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഒപ്പമുള്ള കുട്ടികൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും ഒരു ധാരണയുമില്ല. സാധാരണ ആ കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ വഴിയിൽ നിന്ന് കുറച്ച് ദൂരം പോകും, പിന്നീട് തിരിച്ച് അതേപോലെ വരാറുണ്ട്. അങ്ങനെ കാണാതായപ്പോഴാണ് ഇവർ ആശങ്ക വന്നത്. പിന്നീടാണ് ഈ തിരച്ചിലും ആരംഭിച്ചത്. പിന്നീട് ഈ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്നലെ രാത്രി ഒരു 10 മണിവരെ നാട്ടുകാരും പോലീസും വരാം സമീപ പ്രദേശങ്ങളെല്ലാം വ്യാപകമായി തിരച്ചിൽ നടത്തിയതാണ്. പക്ഷേ ഇതുവരെയും എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുന്നതിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ ഒരു കാര്യം. കാരണം ഈ നാട്ടുകാർ ഇന്നലെ രാത്രിയും ഉറങ്ങിയിട്ടില്ല. അവരെല്ലാവരും ഈ തെരച്ചിലിൽ തന്നെയാണ്. എല്ലാ വഴികളിലൂടെയും ഫ്രെയിമിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ ഈ വാർത്ത സംസാരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വരുമ്പോഴത്തേക്കും നിറയെ പാടവും പുഴയും കുളങ്ങളൊക്കെ ഒരു സ്ഥലമാണ്. ഒരു ഗ്രാമപ്രദേശമാണത്. അപ്പം ഈ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കുക ശ്രമകരമായിരുന്നോ? അതിലെന്തെങ്കിലുമൊക്കെ സൂചനകളുണ്ടോ? തീർച്ചയായും ഒരു ഗ്രാമപ്രദേശമാണ്. എല്ലാ വീടുകളിലോ അല്ലെങ്കിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലോ അത്തരം CCTVകളൊന്നുമില്ല. എങ്കിലും ലഭ്യമാവുന്നവ എല്ലാം പോലീസ് ഇന്നലെ മുതൽ തന്നെ ശേഖരിച്ച് വരുന്നുണ്ട്. അവയിലെല്ലാം പരിശോധനയും നടത്തി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി വരെയും നടത്തിയ പരിശോധനയിൽ നിന്നും ശുഭകരമായ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് എല്ലാവരെയും ഏറെ ആശങ്കയാക്കുന്നതും. ഈ പ്രദേശത്ത് നിരവധി കുളങ്ങളൊക്കെ ഉണ്ട്. നെൽവയലുകളാണ്, ഒപ്പം തന്നെ കുളങ്ങളുണ്ട്. അവിടെ ജലസേചനത്തിനാവശ്യത്തിനുള്ള നിരവധി മറ്റ് കിണറുകളും മറ്റുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടങ്ങളിലെല്ലാം ഒരു വ്യാപകമായ തെരച്ചിൽ ഇന്നലെ രാത്രിയും എല്ലാവരും നടത്തുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എവിടേക്കാണ് ഈ കുട്ടി പോയത് എന്നതിനെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചില്ല. ഈ കുഞ്ഞിനെ സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. 6 വയസ്സുകാരനാണ്. ഒപ്പം തന്നെ ഈ അപസ്മാരം ചില സമയങ്ങളിൽ അപസ്മാരം അസുഖം ഉണ്ട് കുട്ടിക്ക്. അത്തരത്തിലുള്ള ഭയമെല്ലാം വീട്ടുകാർക്കുണ്ട്. എല്ലാവരും ആ വിധത്തിലുള്ള പരിശോധന തന്നെയാണ് എല്ലാ മേഖലയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു തരത്തിലും പോലീസിനോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ സൂചന ലഭിക്കുന്ന വിധത്തിലുള്ള ഒന്നും തന്നെ ഇതുവരെ ലഭ്യമാകുന്നില്ല. ഇന്ന് രാവിലെയും നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയും അന്വേഷണവും എല്ലാം തുടരുകയാണ്. പോലീസും ഫയർഫോഴ്സും എല്ലാം അല്പസമയത്തിനകം എത്തും. ഇന്നലെ തന്നെ ചിറ്റൂരിൽ നിന്ന് എത്തിയ പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തി. വീട്ടിൽ നിന്ന് ഈ കുഞ്ഞ് പോയി സമീപത്തെ ഒരു കുളത്തിനടുത്ത് വരെ എത്തിയുള്ളൂ. പക്ഷേ ആ കുളത്തിൽ ഇന്നലെ മുഴുവൻ സമയവും ഫയർഫോഴ്സും പോലീസും എല്ലാം പരിശോധന നടത്തിയതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സൂചനയും ലഭിച്ചില്ല. കാരണം ആ കുളം നിറയെ ഈ ചില പായലുകൾ നിറഞ്ഞതായിരുന്നു. അതിനകത്ത് അങ്ങനെ അകപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയെല്ലാം ചെറിയ വഴികളാണ്. അതൊന്നും കുട്ടിക്ക് ഇറങ്ങിപ്പോകാൻ കഴിയുന്ന വിധത്തിലുള്ള അല്ല എന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള പരിശോധന എല്ലായിടങ്ങളിലും നടക്കുകയാണ് ചെയ്തു. കാരണം എവിടെ തിരയണം, എങ്ങനെ തിരയണം എന്നുള്ള ഒരു ആശങ്കയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു സാധ്യമായ ഇടങ്ങളെല്ലാം ഇന്നലെ പകൽ സമയവും ഇന്നലെ രാത്രിയും എല്ലാം വ്യാപകമായ തെരച്ചിൽ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയതാണ്. ഇനിയും ആ പരിശോധന തുടരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാലോ എവിടെയാണ് കാണുക എന്നുള്ള ഒരു സംശയത്തിൻ്റെ മുല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സഹായം, അങ്ങനെ ഒരു സഹായം ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും നാട്ടുകാർ ഉള്ളത്. ആ പരിശോധന പോലീസിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ മറ്റ് നാട്ടുകാരുടെ നേതൃത്വത്തിലും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഈ വീട്ടുകാരെന്താ പറയുന്നത്? ഈ കുഞ്ഞ് നേരത്തെയും ഇതേപോലെ ഈ വീട്ടിൽ നിന്നും ഇപ്പോൾ സഹോദരനുമായിട്ട് വഴക്കിട്ട് ഇറങ്ങിപ്പോയതാണല്ലോ പറയുന്നത്. അപ്പം നേരത്തെയും ഇവർ തമ്മിൽ എന്തെങ്കിലും കലഹം ഉണ്ടാകുമ്പോൾ ഇറങ്ങിപ്പോകുന്ന കുട്ടിയാണോ? ഇറങ്ങിപ്പോയിട്ട് പിന്നീട് വീണ്ടും വന്ന അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോൾ അതുകൊണ്ടായിരിക്കുമ്പോൾ ഇവർ ശ്രദ്ധിക്കാതിരുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രതികരണം നടത്തുന്നുണ്ടോ വീട്ടുകാർ? ഈ കുട്ടിയും കുട്ടിയുടെ മൂത്ത സഹോദരനും ഒപ്പം തന്നെ മറ്റ് ചില 3-4 കുട്ടികളുമായി വീട്ടിനകത്തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ സഹോദരനുമായി ഈ കുഞ്ഞ് ചില തർക്കങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ പിണങ്ങിയാണ് ഈ കുട്ടി വീടിന് പുറത്തേക്ക് പോകുന്നത്. ഈ പിണങ്ങി പോകുന്നത് ഈ സഹോദരൻ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ പോകാറുണ്ട്, അത് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരാറുമുണ്ട് എന്നാണ് കുഞ്ഞ് വിചാരിച്ചിട്ടുള്ളത്. എന്നിട്ടും ഏറെ നേരം കഴിയാതായപ്പോഴാണ് അത് വീട്ടുകാരെയും അറിയിക്കുന്നത്. അപ്പോൾ ഏകദേശം 1.25 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഈ വീട്ടുകാർ ആദ്യം പരിശോധന നടത്തുകയും പിന്നീട് അത് പോലീസിനെ അറിയിക്കുകയും തുടർന്ന് പോലീസും നാട്ടുകാരുമുള്ള പരിശോധനയൊക്കെ നടത്തുകയും ചെയ്തല്ല. വീട്ടുകാർക്ക് ഈ കുഞ്ഞ് അങ്ങനെ കൂടുതൽ ദൂരത്തേക്ക് പോകുന്ന ഒരു കുഞ്ഞല്ല എന്നുള്ളത് അറിയാം. ഒരുപാട് ദൂരം നടന്നു പോകാൻ അങ്ങനെ പരിചയമുള്ള ഒരു കുഞ്ഞല്ല എന്നുള്ളതെല്ലാം വീട്ടുകാർക്ക് അറിയാം. പക്ഷേ ഈ കുഞ്ഞ് എവിടേക്ക് പോയി എന്നുള്ള ആശങ്ക തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏറെ സങ്കടകരമായ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെയും ഇന്നും എന്ന് പറയാം. കാരണം അത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിനെ കാണാതായിട്ട് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടു, എന്നിട്ടും യാതൊരു ഒരു സൂചന പോലും ലഭിക്കുന്നതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ആണ് എല്ലാവരെയും ഏറെ ഭയപ്പെടുത്തുന്നത്, ആശങ്കപ്പെടുത്തുന്നത്. സേതു. ശരി ശാന്തകുമാർ, ഒരു ശുഭവാർത്ത ഉടൻ തന്നെ കേൾക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഈ കുഞ്ഞ് എവിടെ പോയതാണെന്ന് അറിയാൻ 6 വയസ്സുള്ള കുഞ്ഞാണ്, ചെറിയ കുട്ടിയാണ്. വീട്ടുകാരുടെയൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എത്രത്തോളമാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇത്രയും ഒരു ടെൻഷൻ ഉണ്ടാക്കും, കുഞ്ഞ് എവിടെ പോയി, എന്ത് പറ്റിയതെന്ന് അറിയാൻ നമുക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ ആ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെയും അവസ്ഥ അത് ഈ ഭീകരമായിരിക്കും. ഈ പറഞ്ഞ പോലെ ഇന്ന് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു ലീഡിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക്